ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബാങ്കിന്റെ പരിധിയിലുള്ള വിദ്യാലയങ്ങളിലെയും ബാങ്ക് അംഗങ്ങളുടെ മക്കളുമായ പ്രതിഭകളെയാണ് വിജയോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ഒറ്റപ്പാലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അനുമോദിച്ചത്. കുട്ടികൾ കൈവരിച്ച മികച്ച വിജയത്തെ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് വിജയോത്സവം 2026 എന്ന പേരിൽ നാടിന്റെ ഉത്സവമാക്കി മാറ്റി. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഹൃദ്യമായ ചടങ്ങ് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഇന്നത്തെ വിജയം കൊണ്ട് കൈവരിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വലിയ മേഖലകളിൽ എത്തിപ്പെടാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയർ ഉണ്ടാവും, അതുപോലെ മന്ത്രിമാരായിരിക്കും. പല മേഖലകളിലും കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്ക് നല്ല ഭാവി ഒരുക്കാനും ഇന്നത്തെ ഈ വിജയോത്സവം കൊണ്ട് കഴിയുമാറാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ വിജയോത്സവ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് ബാങ്കിലെ സർവീസ് ബാങ്കിലെ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതിനായി പ്രയത്നിച്ച രക്ഷിതാക്കളെയും അധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ചെയർപേഴ്സൺ അഭിനന്ദിച്ചു. ബാങ്ക് പ്രസിഡന്റ് K വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി N ലത ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകൻ PT രാഹേഷ് അറിവിന്റെ പുതിയ കാലം, പഠനത്തിന്റെ പുതിയ വഴികൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആധുനിക കാലത്തെ പഠന സാധ്യതകളെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ചടങ്ങിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗീത KC തുടങ്ങിയ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 100-ലധികം വരുന്ന പ്രതിഭകൾക്ക് വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. KP നൌഷാദ് അലി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി.